നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് തൂക്കുകയർ. ഇക്ബാൽ അറക്കൽ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ഇക്ബാൽ, ഈ കേസിലെ സാക്ഷിയായ പുഷ്പയോട് സംസാരിക്കുകയായിരുന്നു. അവർക്കൊക്കെ ആശ്വാസം നൽകുന്ന ഒരു വിധിയാണ് ഈ കോടതിയും വിലയിരുത്തിയിരിക്കുന്നത്. ഇയാൾ കൂടുതൽ കൊലപാതകങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു തരത്തിലും പുറത്തേക്ക് കൊണ്ടുവരാനോ സമൂഹത്തിൽ ജീവിക്കാൻ അനുവദിക്കാനോ കഴിയാത്ത തരത്തിൽ ഭീഷണി ഉണ്ടാക്കുന്ന ഒരാളാണെന്ന് കോടതിക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടിരിക്കുന്നു, അല്ലേ? തീർച്ചയായും മാധു, അതായത് ഇനി പ്രതി ചെന്താമരയെ ഒരിക്കലും പുറത്തേക്ക് വിടരുത്. കാരണം പുറത്തേക്ക് വിടുകയാണെങ്കിൽ അത് വലിയ സമൂഹത്തിന് വലിയ രീതിയിലുള്ള വിപത്തുണ്ടാക്കും, ആപത്തുണ്ടാക്കും എന്നുള്ള പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം കോടതി ശരിവെക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതിയായിട്ടുള്ള ചെന്താമരയ്ക്ക് കോടതി വധശിക്ഷ വിധിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ പോത്തുണ്ടി ബോയൻ നഗറിലെ ഓരോ കുടുംബങ്ങളും അവിടുത്തെ ഓരോ ആളുകളും നേരത്തെ പോലീസിനോടും അതുപോലെ തന്നെ ചില സാക്ഷികൾ കോടതിയിലും എത്തി പറഞ്ഞിരുന്നു തങ്ങൾക്ക് ഈ ചെന്താമരയെ വലിയ രീതിയിൽ ഭയമാണ്, അയാളിൽ നിന്ന് വലിയ രീതിയിലുള്ള ഭീഷണിയുണ്ട്, അതുകൊണ്ട് തന്നെ ഈ പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നുള്ള കാര്യം. ഏതായാലും ആ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഈ പ്രതിയായിട്ടുള്ള ഈ ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. കാരണം ഇയാളെ പുറത്ത് വിടുന്നത് ഒരിക്കലും സമൂഹത്തിന് നല്ലതാവില്ല. കാരണം ഇയാൾ ഈ കേസിൽ ഈ വിചാരണ നടക്കുന്ന സമയത്തും പുഷ്പ ഉൾപ്പെടെയുള്ള സാക്ഷികളെ കൊലപ്പെടുത്തുമെന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിയതാണ്. കോടതിയിൽ നിന്ന് ഓരോ സാക്ഷി വിസ്താരത്തിനും അല്ലെങ്കിൽ നടപടികൾ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഇയാൾ പല രീതിയിലുള്ള ഭീഷണികൾ മുഴക്കിയതാണ്. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് പുഷ്പ എന്ന് പറയുന്ന കേസിലെ പ്രധാനപ്പെട്ട ഒരു സാക്ഷി പോത്തുണ്ടി ബോയൻ നഗറിൽ നിന്ന് താമസം മാറി തിരുപ്പൂരിലേക്ക് താമസം മാറേണ്ട സ്ഥിതി ഉണ്ടായത്. അതിനുശേഷം പിന്നീട് പ്രോസിക്യൂഷൻ തന്നെ കോടതിയിൽ അറിയിച്ചൊരു കാര്യമുണ്ടായിരുന്നു. ശിവരാജൻ എന്ന് പറയുന്ന മറ്റൊരു സാക്ഷിക്കും പ്രതിയിൽ നിന്ന് വലിയ രീതിയിലുള്ള ഭീഷണി നേരിടുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രതിയെ ഒരിക്കലും പുറത്തുവിടരുത്. പുറത്തുവിടുകയാണെങ്കിൽ അവരുടെ എല്ലാം ജീവന് വലിയ രീതിയിൽ ആപത്താണ്. തങ്ങൾക്ക് പുറത്തിറങ്ങി രാത്രികാലങ്ങളിൽ നടക്കാൻ സാധിക്കില്ല. ഇപ്പോഴും ചെന്താമര ജയിലിലാണെങ്കിലും ഇയാൾ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങിയാൽ തങ്ങളുടെ ജീവന് വലിയ രീതിയിൽ ബുദ്ധിമുട്ടാകും എന്ന രീതിയിലുള്ള ഒരു ഭയം തങ്ങൾക്ക് ഉണ്ട് എന്നുള്ള കാര്യം പലതവണ അവർ പറഞ്ഞതാണ്. ഏതായാലും അതെല്ലാം പരിഗണിക്കുന്നു കോടതി. ഇപ്പോൾ ഈ ശാസ്ത്രീയ തെളിവുകളാണ് ഈ കേസിൽ വലിയ രീതിയിൽ ഈ പ്രതിക്ക് തിരിച്ചടി ആയിട്ടുള്ളത്. പോലീസ് കൃത്യമായി തന്നെ 58 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഈ ശാസ്ത്രീയ തെളിവുകൾ കൃത്യമായി തന്നെ പ്രതിക്കെതിരെ കോടതിയിൽ സമർപ്പിച്ചു. പ്രത്യേകിച്ചും ഈ കൊലപാതകത്തിന് ഈ പ്രതി ഉപയോഗിച്ചിട്ടുള്ള കൊടുവാൾ അതുപോലെ തന്നെ മറ്റു കൊലക്കത്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് കൃത്യമായി തന്നെ കോടതിയിൽ സമർപ്പിച്ചു. അതിനോടൊപ്പം തന്നെ ഈ കൊലക്കത്തിയിലെല്ലാം ചെന്താമരയുടെ DNA ഉൾപ്പെടെ ഉണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ലാബ് റിപ്പോർട്ടും പോലീസ് കൃത്യമായി തന്നെ കോടതിയിൽ സമർപ്പിച്ചു. അതെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് പ്രതി കുറ്റക്കാരനാണെന്നും ഇപ്പോൾ പ്രതിക്ക് പരമാവധി ശിക്ഷയായിട്ടുള്ള വധശിക്ഷ നൽകാമെന്ന രീതിയിലുള്ള കണ്ടെത്തലേക്ക് ഉണ്ടായിരിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥർക്ക് എല്ലാ തെളിവുകളോടും കൂടി ഈ കേസ് എത്രയും പെട്ടെന്ന് കോടതിയുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ ഡിവൈഎസ്പിക്ക് അടക്കം അനുമോദനവും ഉണ്ടായിരിക്കുന്നു കോടതിയുടെ ഭാഗത്തു നിന്ന്. തീർച്ചയായും മാധു, ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ തന്നെയുണ്ട്. കാരണം അവർ വലിയ രീതിയിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നത് കൃത്യമായി തന്നെ അവർക്ക് ഈ ശാസ്ത്രീയ തെളിവുകൾ അതുപോലെ തന്നെ മറ്റു തെളിവുകളെല്ലാം കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞു. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഈ കേസിൽ പരമാവധി ശിക്ഷ തന്നെ ഇപ്പോൾ പ്രതി ചെന്താമരയ്ക്ക് നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ആലത്തൂർ DYSP ആയിരുന്ന N മുരളീധരൻ അദ്ദേഹമാണ് ഈ കേസിന് മേൽനോട്ടം വന്ന് വഹിക്കുകയും ചെയ്തിരുന്നത്. ഏതായാലും ശാസ്ത്രീയ തെളിവുകൾ ഈ കേസിൽ വലിയ രീതിയിൽ ഗുണം ചെയ്തു എന്നുള്ളതാണ്. കാരണം സാഹചര്യ തെളിവുകൾ മാത്രമുള്ളൂ, നേരിട്ട് കണ്ടൊരു സാക്ഷിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ ശാസ്ത്രീയ തെളിവുകൾ കൃത്യമായി കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചു. അത് തന്നെയാണ് കേസിൻ്റെ ഒരു വിജയത്തിന് കാരണം. അതെ, അത് യഥാസമയം അതായത് ഡിലേ ഇല്ലാതെ നമുക്ക് ഹാജരാക്കാൻ നമുക്ക് സഹായിച്ചു. അതാണ് ഈ കേസിൻ്റെ ഈ ഒരു ഇതിനു വേണ്ടി നമ്മളെ സഹായിച്ചു. അല്ലെങ്കിൽ നമ്മളതൊരു കുറച്ച് മണിക്കൂറുകൾ ഡിലേ വല്ലതും ചെയ്താലും ആ പ്രോപ്പർട്ടികളോ അല്ലെങ്കിൽ ആ തെളിവുകൾ എടുക്കുന്നതിലോ നമ്മൾ കുറച്ച് ഡിലേ വന്നിരുന്നെങ്കിൽ ഈ ദൃക്സാക്ഷികളില്ലാത്ത ഈ കേസ് എവിടെ എത്തുമായിരുന്നില്ല. സാക്ഷികളായി പ്രതി ചെന്താമരയുടെ ബന്ധുക്കളെ ഉൾപ്പെടുത്തുമ്പോഴും അവരിങ്ങനെ കൂറുമാറുമെന്ന് കരുതിയിരുന്നു. അല്ല, കൂറുമാറുമെന്ന് ഏറെക്കുറെ വിശ്വാസമായിരുന്നു. എന്നാലും കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള മറ്റു നടപടികൾ സ്വീകരിച്ചത്. നേരത്തെ അവരെന്തായാലും ചേട്ടൻ എന്തായാലും പക്ഷേ ചേട്ടൻ ആദ്യത്തെ കേസിൽ കൂറുമാറിയിരുന്നില്ല. അപ്പോൾ ഇതിലും കൂറുമാറാൻ ചാൻസ് ഇല്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ അയാളും ഭാര്യയും അവരുടെ അയൽവാസിയായ ഒരു ലേഡിയും ആ സമയത്ത് പക്ഷേ അവർ ഞങ്ങൾ അറിയില്ല, ഞങ്ങൾ കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഹോസ്റ്റലാവുകയാണ് ചെയ്തത്. ഈ കേസിൽ ഈ ചെന്താമരയെ പിടികൂടി ആലത്തൂർ കോടതിയിൽ ഹാജരാക്കുന്ന സമയം മുതൽ ഇയാൾക്ക് യാതൊരു കുറ്റബോധമില്ല. അന്നും ഇയാൾ പറഞ്ഞിരുന്നു വധശിക്ഷ വേണമെങ്കിൽ തന്നെ വിധിച്ചോളൂ എന്നതല്ലേ. അന്ന് അദ്ദേഹം ഫസ്റ്റ് ഡേയിൽ നമ്മൾ റിമാൻഡ് ചെയ്യാൻ വേണ്ടി കോടതി ഹാജരാക്കുന്ന സമയത്ത് 100 വർഷം വേണമെങ്കിൽ ശിക്ഷിച്ചോളൂ എന്നല്ലേ പറഞ്ഞു.